ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അച്ഛൻ്റെ പച്ചക്കറിത്തോട്ടത്തിലെ കൃഷിയൊന്ന് കണ്ടാലോ? കറി വെക്കാനൊന്നുമില്ല. എന്നാൽ പിന്നെ അച്ഛൻ്റെ പച്ചക്കറിത്തോട്ടത്തിൽ പോയി കുറച്ച് പച്ചക്കറിയൊക്കെ പറിക്കാൻ വിചാരിച്ചു. പയർ, കോവയ്ക്ക, ചീര, കുറച്ച് ആവശ്യമുള്ള കുറച്ച് പച്ചക്കറിയൊക്കെ എടുത്ത് പോന്നു. ബാക്കിയുള്ള പച്ചക്കറിയൊക്കെ അച്ഛൻ കുറച്ച് കഴിഞ്ഞിട്ട് വന്ന് പറിച്ചോളാൻ പറഞ്ഞു. കറി വെക്കാനൊന്നുമില്ലെങ്കിൽ നേരെ അച്ഛൻ്റെ പച്ചക്കറിത്തോട്ടത്തേക്ക് ഒന്ന് ഇറങ്ങും. അവിടെ നിന്ന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് പോരും. എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു ഇലക്കറികൾ ഞങ്ങൾ ഉണ്ടാക്കലുണ്ട്. അത് വീട്ടിലെല്ലാവർക്കും നിർബന്ധമാണ്. സ്ഥലത്തൊക്കെ പച്ചക്കറി ഉണ്ട്. പുഴയിലൊക്കെ പച്ചക്കറി ഉണ്ടാക്കലുണ്ട്. വേനൽക്കാലം ആകുമ്പോൾ പുഴയിലൊക്കെ പച്ചക്കറി ഉണ്ടാക്കും. മഴക്കാലത്ത് ഇങ്ങോട്ടൊക്കെ കുറച്ച് വെള്ളം കയറലുണ്ട്. വാഴയിലൊക്കെ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. വെള്ളമൊക്കെ കയറി വാഴയൊക്കെ കേടൊന്ന് പോകുമെന്നുള്ളൊരു പേടി അച്ഛനുണ്ടായിരുന്നു. സ്കൂളില്ലാത്ത ദിവസങ്ങളിലൊക്കെ അല്ലും പാലൊക്കെ അച്ഛനെ പച്ചക്കറിയൊക്കെ പറിക്കാൻ സഹായിക്കലുണ്ട്. രാത്രി പന്നികളെ ശല്യം നന്നായിട്ടുണ്ട്. അതുകൊണ്ട് അച്ഛനെ ഇടയ്ക്കൊക്കെ ഇവിടെ വന്ന് കിടക്കലുണ്ട്. അച്ഛൻ നല്ലൊരു ഏർമാടം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ വന്ന് കിടക്കും അച്ഛൻ രാത്രി. അച്ഛൻ രാത്രി കിടക്കാൻ വന്നിട്ടുണ്ടെങ്കിലും പന്നികൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പന്നികളൊക്കെ കുത്തി മറിച്ചിട്ട് പോകും. അച്ഛൻ കുറച്ച് ചീരയൊക്കെ പറിച്ചു തന്നു, പയറും പറിച്ചു. ഞാൻ കുറച്ച് കോവയ്ക്കൊക്കെ പറിച്ചുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. പച്ചക്കറിയൊക്കെ പറിച്ച് നേരെ വീട്ടിലെത്തി. കോവക്കപ്പേരിയും ചീരക്കറിയൊക്കെ ഉണ്ടാക്കി. പിന്നെ കുറച്ച് ശംഖുപുഷ്പം പറിച്ചു. ശംഖുപുഷ്പം കുറേ ഉണ്ടായിട്ടുണ്ട് വീട്ടിൽ. എന്നാൽ അതുകൊണ്ട് ഒരു ജ്യൂസൊക്കെ ഉണ്ടാക്കാമല്ലോ വിചാരിച്ചു. കുറച്ച് ജ്യൂസൊക്കെ ഉണ്ടാക്കി കുടിച്ചു. ഇതിൻ്റെ വെള്ള കളറും ഉണ്ട് വീട്ടിൽ. കുറേ ആൾക്കാർ വന്നത് കൊണ്ടുപോകലുണ്ട്. ജ്യൂസ് ഉണ്ടാക്കാനും സോപ്പ് ഉണ്ടാക്കാനും അങ്ങനെ ഒരുപാട് ആൾക്കാർ വന്ന് കൊണ്ടുപോകലുണ്ട്. പ്രഷറിനൊക്കെ നല്ലതാണ് ശംഖുപുഷ്പത്തിൻ്റെ പൂ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാവും ഒരുപാട് ആൾക്കാർ വന്ന് കൊണ്ടുപോകണത്. ഇതിൻ്റെ കളറ് കാണാൻ നല്ല ഭംഗിയാണ്. ലച്ചുമോൾക്ക് ഭയങ്കര ഇഷ്ടമാണിത്. ലച്ചുമോൾ നന്നായിട്ട് കുടിക്കും. അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞു. ബാലുക്കുട്ടന് സ്കൂളിൽ പോകാൻ സമയമായിട്ടോ. ബാലുക്കുട്ടൻ ടാറ്റയൊക്കെ പറഞ്ഞു സ്കൂളിൽ പോയി. അല്ലു പോയിട്ടില്ല. അല്ലുവിന് പനി ആയതുകൊണ്ട് അല്ലു സ്കൂളിൽ പോയിട്ടില്ല. ലച്ചുമോളും അംഗൻവാടിയിൽ പോയി. അതൊക്കെ കഴിഞ്ഞ് അച്ഛൻ പച്ചക്കറിയൊക്കെ കുറച്ച് പറിച്ചു കൊണ്ടുവന്നിരുന്നു. അതിന് നല്ലതൊക്കെ വേർതിരിച്ച് കടയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് വേർതിരിച്ച് അച്ഛന് കൊടുത്തു. ഇതിൽ നിന്ന് നല്ലത് നോക്കി കൊടുക്കലുള്ളൂ. ബാക്കി ഞങ്ങൾ കറിക്ക് വേണ്ടിയിട്ട് എടുക്കലാണ്. അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ ചായക്ക് കടി ഉണ്ടാക്കാമല്ലോ വിചാരിച്ചു. റേഷൻ കടയിൽ നിന്ന് കിട്ടിയ കുറേ ഗോതമ്പ് പൊടി ഉണ്ടായിരുന്നു അവിടെ. അതുകൊണ്ട് അട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ബാലു പുള്ളിപ്പാടം സ്കൂളിലാണ് പഠിക്കുന്നത്. അല്ലു മമ്പാട് AMUP സ്കൂളിലാണ് പഠിക്കുന്നത്. ബാലു എത്തുമ്പോൾ ഒരു 5 മണിയൊക്കെ ആവും. അല്ലു ഒരു 5-5:30 ആകുമ്പോൾ എത്തും. അടയൊക്കെ ഉണ്ടാക്കി ചായയൊക്കെ കുടിച്ചു. മക്കളൊക്കെ കളിക്കാനിറങ്ങി. ഈ ചായയോടെ ഇനി ഒരു 7 മണി 7:30 വരെ ചായ കുടിക്കണ പണിയാവട്ടെ മക്കൾക്ക്. 2-3 വട്ടമൊക്കെ എല്ലാവരും ചായ കുടിക്കും. രാത്രിയായപ്പോൾ അല്ലുവിന് പനി കുറച്ച് കൂടുതലായി. നിലമ്പൂർ ആശുപത്രിയിൽ കൊണ്ടുപോയി ഡോക്ടറെയൊക്കെ കാണിച്ച് മരുന്നൊക്കെ വാങ്ങി ഞങ്ങൾ തിരിച്ചു പോകുന്നു. ഒരാൾക്ക് പനിയായാൽ പിന്നെ ഓരോരുത്തരായിട്ട് പനിക്കൽ തുടങ്ങും. പിന്നെ ആശുപത്രിയിൽ നിന്ന് പിന്നെ നീക്കാൻ തന്നെ സമയം ഉണ്ടാവില്ല. പനി പിന്നെ പൊതുവേ അങ്ങനെയാണല്ലോ. വീട്ടിൽ ഒരാൾക്ക് പനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ പനിക്കൽ തുടങ്ങും. മരുന്നൊക്കെ വാങ്ങി പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു. ക്രിസ്മസ് ആയതുകൊണ്ട് പള്ളിയൊക്കെ അലങ്കരിച്ചിട്ടുണ്ട്. ഞങ്ങളത് കുറേ സമയം നോക്കി നിന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. നേരെ ഞങ്ങൾ മമ്പാട് പോയി പോത്തുംകുട്ടിയൊക്കെ കുറച്ച് പുണ്ണാക്കും സാധനങ്ങളൊക്കെ വാങ്ങി നേരെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴേക്കിന് ബാലും ലച്ചുമൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അല്ലുവിന് കഞ്ഞിയൊക്കെ കൊടുത്ത് മരുന്നൊക്കെ കൊടുത്ത് അല്ലു ഉറങ്ങി.
പിന്നെ രാവിലെ വെച്ച മീൻകറി ഉണ്ടായിരുന്നു. മീൻകറി, ചീരക്കറി, കോവക്ക ഉപ്പേരി, അതൊക്കെ കൂട്ടി ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. കണ്ടിഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.